നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചത് എന്താ? ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ്, ഒരു ചാർജിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡും ആ ഇലക്ട്രിക് ഫീൽഡിലോട്ട് വേറൊരു ചാർജിനെ കൊണ്ടുവരുമ്പം ഈ ചാർജ് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണെന്നും പിന്നെ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുന്ന രീതികളും അതേപോലെ തന്നെ ഗോസസ് തിയറവും ഫ്ലക്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിച്ചതെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് നമുക്ക് ആദ്യം പൊട്ടൻഷ്യൽ ആണ് പഠിക്കാനുള്ളത്. അതിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജ് എടുക്കുകയാണ്. പ്ലസ് ക്യൂ ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇത് റേഡിയലി ഔട്ട്വേർഡ് ആണ്, അത് ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർത്തോണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പൊ ഇൻഫിനിറ്റിയിൽ അതിന്റെ എഫക്ട് വളരെ കുറവായിരിക്കും. അപ്പൊ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ടെസ്റ്റ് ചാർജിനെ എനിക്ക് വേണ്ടി ഈ ഒരു പോയിന്റിൽ കൊണ്ടുവെക്കണമെങ്കിൽ ഒബ്വിയസ്ലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പോയിന്റിൽ കൊണ്ട് ഫിക്സ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വർക്ക് ചെയ്താലേ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഞാനിപ്പോ കൈ വെച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ മാത്രമേ ഇവിടെ ഇരിക്കത്തുള്ളൂ. ഞാൻ കൈ വിട്ടാൽ എന്ത് ചെയ്യും? നേരെ തിരിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് പോകും. കാരണം എന്താ? ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഈ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നതും പോസിറ്റീവ് ചാർജ് ആണ്. ഞാൻ കൈ എടുക്കുവാണെങ്കിൽ അത് നേരെ തെള്ളി പുറത്തോട്ട് കളയും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ ഇവിടെ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഇൻഫിനിറ്റിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണോ അതാണ് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ആ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വർക്ക് ഡൺ തന്നെയാണ്. എന്തിനു വേണ്ടിയാ? ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം വർക്ക് ഡൺ ചെയ്യണോ അതാണ്. അതായത് ആ പോയിന്റിൽ വെക്കാൻ, നിലനിർത്താൻ ഞാൻ എത്രത്തോളം വർക്ക് ചെയ്യണോ അതാണ് എന്ത് അവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ്. ഇപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം നേരത്തെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ചാർജ് എന്നാണ് പഠിച്ചത്. ഇവിടെ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡബ്ല്യുവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്, ചാർജിന്റെ യൂണിറ്റ് കൂളംബ് ആണ്. ജൂൾ പെർ കൂളംബിനെ നമ്മൾ വോൾട്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റിനെ നമ്മൾ വോൾട്ട് എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് ആദ്യത്തെ കൺസെപ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ ആണല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു പ്ലസ് ക്യൂ ചാർജിനെ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫിനിറ്റി വരെ ഉണ്ട്. ഞാൻ ഇൻഫിനിറ്റി വരെ ഒന്നും വരയ്ക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. എനിക്ക് ഇത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്. ഞാൻ ഒരു ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റി ഇരിക്കുന്ന ഒരു പോയിന്റിൽ നിന്നും അല്ലെ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എനിക്ക് കൊണ്ടുവെക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കൊണ്ടുവച്ച് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇത് ഇൻഫിനിറ്റി വരെ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷെ ഫിസിക്സിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മൾ ആദ്യം ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കും. ഒരു dr ഡിസ്റ്റൻസ് നീക്കി, ചെറിയ ഡിസ്റ്റൻസ്, അതുകൊണ്ടാണ് dr ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുവെക്കും. അടുത്ത dr ഡിസ്റ്റൻസ് വീണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുവെക്കും. അങ്ങനെ ഓരോ ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടിയും നമ്മൾ എത്ര വർക്ക് ഡൺ കണ്ടുപിടിച്ചോ ആ വർക്ക് ഡൺ എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ചെയ്ത ടോട്ടൽ വർക്ക് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ പെർ ചാർജ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയൊരു ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ചെറുതാണ്, അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ചെറുതാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സ്മോൾ പൊട്ടൻഷ്യൽ ആകുമ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു സ്മോൾ വർക്ക് ഡി ഡബ്ല്യു ബൈ ക്യൂ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനിയും നമുക്കറിയാവുന്ന റിലേഷൻ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. അപ്പൊ സ്മോൾ വർക്ക് ആയതുകൊണ്ട് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു, സ്മോൾ വർക്ക് വരാൻ കാരണം എന്താ? നമ്മൾ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ എഫ് ഇൻറ്റു ഡി ആർ. അതിനെ നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കാൻ പോവാ. കാരണം എന്താ അറിയോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനും ഡിസ്റ്റൻസ് ഈ ഡയറക്ഷനിലുമാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതിനെ കണ്ടോ, ഇപ്പൊ ഇവിടെ ഡി ഡബ്ല്യു വന്നു. ഈ ഡി ഡബ്ല്യുവിനെ കൊണ്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡി വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു നെഗറ്റീവ് ഡി ആർ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് വരും. ഓക്കെ ആണല്ലോ. നമുക്കറിയാം എഫ് ബൈ ക്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതി കാണിച്ചോളൂ. ഫോഴ്സ് പെർ ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഡി വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ. അവിടെ നിന്ന് ഈ നെഗറ്റീവ് ഡി ആറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡി വി ബൈ നെഗറ്റീവ് ഡി ആർ ഈസ് ഈക്വൽ ടു ഇ. അതായത് ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ.
ഇതിനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ് പറയുന്നത്. അതായത് ഡി വി ബൈ ഡി ആറിനെ നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്നാണ് വിളിക്കാം. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഓരോ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനെയാണ്, പൊട്ടൻഷ്യലിന്റെ വ്യത്യാസത്തെയാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. ഓക്കെ, എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. കാരണം എന്താ? അതായത് ഒപ്പോസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വെറും ഡി വി ബൈ ഡി ആർ എന്ന് ചെയ്യാം. അല്ലെങ്കിൽ സിംപ്ലി ഈ വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും ആണ്, അത് നിങ്ങൾക്ക് വി ബൈ എൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ വി ബൈ ഡി ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിനെ വി ബൈ ആർ ഇങ്ങനെയും എടുക്കാം. ഓക്കെ ആണല്ലോ? അവിടെ നെഗറ്റീവ് ഇടുന്നത് അതിന്റെ ഡയറക്ഷൻ കാണിക്കാൻ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ അവിടെ എന്തില്ല, അവിടെ നെഗറ്റീവ് വാല്യൂ അല്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അപ്പൊ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ത് കിട്ടി? ബിയും ഇയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. എന്താ? ഇ ഈസിക്കൽ ടു എന്താ? നെഗറ്റീവ് ഡി വി ബൈ ഡി ആർ ആണ് അതിന്റെ റിലേഷൻ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടുപിടിക്കാനുണ്ട്. അതാണ് അടുത്തത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. അത് ഇൻഫിനിറ്റി വരെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇൻഫിനിറ്റിയിൽ ഒരു ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്യുന്നു. ആ ടെസ്റ്റ് ചാർജിനെ ഇവിടെ നിന്ന് ആർ ഡിസ്റ്റൻസ് ദൂരെയുള്ള ഈ പോയിന്റിലാണ് എനിക്ക് കൊണ്ടുവെക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. കൊണ്ടുവെക്കാൻ പറ്റും, പക്ഷെ വർക്ക് ഡൺ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ചെറിയ ഡി ആർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ടാണ്, ഇതെല്ലാം ഡി ആർ ആണ്. ഓക്കെ, ഇതിനെ രണ്ട് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇത് ഇൻഫിനിറ്റിയാ. ഇൻഫിനിറ്റിയിൽ നിന്നും ആർ ഡിസ്റ്റൻസ് ദൂരെയുള്ള ഈ പോയിന്റ് വരെയാണ് ഞാൻ ചാർജിനെ കൊണ്ടുവച്ചത്. അവിടെ വരെയുള്ള വർക്ക് ഡൺ ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കറിയാം ഫിസിക്സിൽ ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചെറിയ വർക്ക് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. ആണല്ലോ? നമ്മൾ ഇപ്പൊ പഠിച്ചേ ഉള്ളൂ ഡി വി ഈസിക്കൽ ടു ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ എന്നിപ്പോൾ പഠിച്ചുള്ളൂ. എപ്പോഴും ആലോചിച്ചോണം, നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടുത്തെ പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണ് ഈ ഡി വിക്ക് പകരം നമുക്ക് ഡി ഡബ്ല്യു എന്ന് കൊടുക്കാം. വി ഡബ്ല്യു ആണല്ലോ, ഇൻറ്റു അല്ല ഈസിക്കൽ ടു ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ. ഇതാണ് ഇവിടം തൊട്ട് ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചെയ്ത വർക്ക് ഡൺ, സ്മോൾ വർക്ക് ഡൺ. എനിക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ചെയ്യുന്ന വർക്കാണ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ ഇന്റഗ്രൽ എന്താണ്? ഇൻഫിനിറ്റി തൊട്ട് ആർ വരെ. ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഇൻറ്റു നെഗറ്റീവ് ഡി ആർ. ഓക്കെ, അപ്പം ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡബ്ല്യു ടോട്ടൽ വരുന്നു ഈസ് ഈക്വൽ ടു, നോക്കിയോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് നമുക്കൊരു വാല്യൂ ഉണ്ടല്ലോ. എന്താ ഇലക്ട്രിക് ഫീൽഡ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1/4πε0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻറ്റു എന്താ? ഇൻറ്റു നെഗറ്റീവ് ഡി ആർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പുറത്തിറക്കാൻ പോവാണ്. അപ്പോൾ Q കോൺസ്റ്റന്റ് ആണ് പുറത്തിറക്കി, 4πε0 കോൺസ്റ്റന്റ് ആണ് പുറത്തിറക്കി, നെഗറ്റീവ് പുറത്തിറക്കി. ബാക്കി ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/r സ്ക്വയർ ഡി ആർ ആണല്ലോ. 1/r സ്ക്വയറിന് നമുക്ക് r⁻⁻1 എന്ന് എഴുതാം. അപ്പം നമ്മൾ എന്താ? നെഗറ്റീവ് Q/4πε0 ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു r⁻2 എന്താണ് ഡി ആർ എന്ന് എഴുതി. ഇത് ഇന്റഗ്രൽ x⁻n ഫോമിലാണ് നടക്കുന്നത്. ഇന്റഗ്രൽ x⁻n എന്ന് പറയുമ്പോൾ x⁻n+1 ഡിവൈഡ് ബൈ n+1 ആണ്. അങ്ങനെയാണ് നെഗറ്റീവ് Q ഡിവൈഡഡ് ബൈ 4πε0 r⁻2 ഡിവൈഡ് ബൈ -2+1. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്, ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈസിക്കൽ ടു നെഗറ്റീവ് Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു r⁻1 ഡിവൈഡ് ബൈ -1. ഈ മൈനസും കട്ടായി പോയി. ബാക്കി ഇനി എന്താണ്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി r. അങ്ങനെയാണ് അടുത്തത് Q ഡിവൈഡ് ബൈ 4πε0 r⁻1 നമുക്ക് എന്താക്കി എഴുതാം? 1/r ആക്കി എഴുതാം. ഇത് ഇൻഫിനിറ്റി, ഇത് r. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിക്കൽ ടു Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/r മൈനസ് 1/r അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ 1/∞ 0 ആയതുകൊണ്ട് നമുക്ക് എന്താ? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വിയുടെ ഇക്വേഷൻ വി ഈസിക്കൽ എന്താ? Q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു ആർ. അതായത്
വി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ഇത് ബൈ ആർ താഴെയാണ് ഇൻറ്റു എന്തെന്ന് എഴുതാം ഇൻറ്റു 1/r അല്ല ഇൻറ്റു q ബൈ ആർ എന്ന് എഴുതാം. ഇതായിരിക്കും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്തത്, അപ്പൊ ഇപ്പൊ ഒരു കാര്യം ആലോചിക്കണം, പൊട്ടൻഷ്യൽ ആറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഡിസ്റ്റൻസ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, കുറഞ്ഞു വരും എന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. അതായത് ഡൈപോൾ മുഖാന്തരമുള്ള പൊട്ടൻഷ്യൽ ആണ് അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ. നമ്മൾ കഴിഞ്ഞതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ അറ്റ് ആക്സിലും ഇക്വേറ്റോറിയലും കണ്ടുപിടിച്ചു. ഇവിടെയും ശരിക്കും അങ്ങനെ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഇവിടെ ഫൈനലി സോൾവ് ചെയ്ത് വരുന്ന ഇക്വേഷനകത്ത് ഒരു തീറ്റ വരുന്നുണ്ട്. അപ്പൊ തീറ്റയ്ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സിസിലുള്ളതായി, തീറ്റയ്ക്ക് 90 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇക്വേറ്ററിലുള്ളതായി. അപ്പൊ പിന്നെ നമുക്ക് ഇനി രണ്ടായിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒറ്റ ഡെറിവേഷൻ മാത്രമേ ഉള്ളത് കേട്ടോ. അപ്പം അത് നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ഒരു -q + q എന്ന് പറയുന്ന ഒരു ഡൈപോൾ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതിന്റെ സെന്ററിൽ നിന്ന് ഒരു റാൻഡം ആയിട്ട് പോയിന്റ് എടുത്തു, r ഡിസ്റ്റൻസ് ദൂരെ p എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒബ്വിയസ്ലി ഈ +q ചാർജും ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, ഈ -q ചാർജും ഈ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ, ഒരു ടെസ്റ്റ് ചാർജിനെ ഇവിടെ കൊണ്ട് നിർത്തണമെങ്കിൽ ഇവന്റെ തെള്ളലിനെ ഒപ്പോസ് ചെയ്തിട്ട് വേണം ഇവനെ നിർത്താൻ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വർക്ക് ഡൺ ചെയ്താലേ ഇവിടെ ഇരിക്കത്തുള്ളൂ. അല്ല നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിനെ ഇങ്ങോട്ടേക്ക് തള്ളിക്കളയും. മനസ്സിലായോ? അതേ അറ്റ് ദ സെയിം ടൈം ഈ -q ചാർജ് ഇവനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്. ആ വലിക്കാതിരിക്കണമെങ്കിലും നമ്മൾ അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം, നമ്മളിങ്ങനെ പിടിച്ചു വെക്കണം. അപ്പൊ ഇത് രണ്ടും അവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ +q ചാർജിൽ നിന്ന് ഒരു r1 ഡിസ്റ്റൻസ് ദൂരെയാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. അതേപോലെ -q ചാർജിൽ നിന്ന് ഒരു r2 ദൂരത്തിലാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, എനിക്ക് ഇതിനെ ഞാൻ O എന്നങ്ങ് വിളിക്കാം. O സെന്റർ ആയതുകൊണ്ട് O എന്നങ്ങ് വിളിക്കാം. ഇതിനെ P എന്നങ്ങ് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇത് പകുതി ഡിസ്റ്റൻസ് A, പകുതി ഡിസ്റ്റൻസ് A. കാരണം ഡൈപോൾ ലെങ്ത് മൊത്തം 2a ആണ്, പകുതി A ആയി. ഓക്കെ, ഇനി ഞാൻ ഈ ആംഗിൾ തീറ്റ എന്നെടുക്കാൻ പോവാം. ഈ ആംഗിൾ തീറ്റ എന്നെടുക്കാൻ പോവാം. അതായത് പൊസിഷൻ വെക്ടറും ഡൈപോളും തമ്മിലുള്ള ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, എനിക്ക് ഈ r1 ഡിസ്റ്റൻസിനെ എനിക്ക് ഈ OP യിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഇല്ല. എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്താൽ മതി അറിയോ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. അപ്പൊ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിനെ നമുക്ക് r1 എന്ന് എടുക്കാം. ഓക്കെ, ഇനിയും അതേപോലെ തന്നെ r2 എന്ന് പറയുന്ന ഇത്രയും ലെങ്ത് എനിക്ക് OP യിൽ കട്ട് ചെയ്യണം. പക്ഷെ പറ്റത്തില്ല. കാരണം എന്താ അറിയോ, r2നേക്കാളും ചെറിയ ലെങ്ത് ആണ് OP. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് അറിയോ, ഞാൻ ഇവിടെ ഒരു എക്സ്റ്റൻഷൻ നടത്തുകയാണ്, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നോക്കി, എന്നിട്ട് ഇത് B എന്ന് കൊടുക്കുക. ഇപ്പം ഈ r2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ഈ PB എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ്. PB എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കണ്ടുപിടിക്കാം, ഈ +q ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നില്ലേ, അത് V ഡ്യൂ ടു +q. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ, 1/4πε0 q ഡിവൈഡഡ് ബൈ എന്താണ്, q ഡിവൈഡ് ബൈ r എന്നാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ ഇല്ലേ. അപ്പൊ ഇവിടെ +q ആയതുകൊണ്ട് +q ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r1 ആയതുകൊണ്ട് r1 എന്ന് കൊടുത്തു. അതേപോലെ V ഡ്യൂ ടു -q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 -q ഡിവൈഡ് ബൈ r1 എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ V ടോട്ടൽ എന്ന് പറഞ്ഞാൽ V ഡ്യൂ ടു +q
പ്ലസ് വി ഡ്യൂ ടു മൈനസ് ക്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ 1/4πε0 പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ R1 പ്ലസ് 1/4πε0 മൈനസ് ക്യൂ ഡിവൈഡ് ബൈ എന്താ R2 എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ മൈനസിനെ എടുത്ത് ഞാൻ നടുക്കോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ക്യൂ കോമൺ എടുക്കാം. അപ്പൊ Q/4πε0 കോമൺ എടുക്കുന്നതിനോടൊപ്പം 1/R1 മൈനസ് 1/R2 എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി R1ഉം R2ഉം കണ്ടുപിടിക്കാതെ ഈ ഇക്വേഷൻ മുമ്പിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് R1ഉം R2ഉം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ പടത്തിന്റെ ഭാഗത്തേക്ക് വീണ്ടും വരികയാണ്. നോക്കിക്കോളൂ. നമ്മൾ ആദ്യം OP നെ എന്താക്കാൻ പോവാന്നറിയാമോ? OP ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ C എന്ന് കൊടുക്കുകയാണ്. അതായത് ഈ പെർപെൻഡിക്കുലർ വന്ന ഈ പോയിന്റിനെ ഞാൻ C എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ OP നെ ഞാൻ OC പ്ലസ് OC അല്ല OP പ്ലസ് OC എന്ന് എഴുതുക. കുഴപ്പമുണ്ടോ? ഇല്ല. OP എന്ന് പറയുമ്പോൾ O തൊട്ട് P വരെയുള്ള ഈ ദൂരം അല്ലേ, ആ ദൂരം R ആയിട്ടല്ലേ നമ്മൾ എടുത്തേ. അപ്പം R ഈസ് ഈക്വൽ ടു, അടുത്തത് അയ്യോ തെറ്റിപ്പോയില്ല, OP സോറി ഞാൻ എഴുതിയ തെറ്റിപ്പോയി. OP നെ നമ്മൾ എന്താക്കാന്ന് പറയാം, OC പ്ലസ് CP എന്നാക്കാണ്. അതായത് OC പ്ലസ് CP എന്നാക്കാണ്. ഇത് C ആണല്ലോ. OC പ്ലസ് CP ആണ് എന്ത്, നമ്മുടെ OP. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോളൂ. OP എന്ന് പറയുമ്പോൾ R ആണല്ലോ. OC നമുക്ക് അറിയത്തില്ല, അവിടെ കിടക്കട്ടെ. CP നോക്കിയേ. CP എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് അല്ലേ, നമ്മൾ ഈ ഡിസ്റ്റൻസിനെ ഈ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ പെർപെൻഡിക്കുലർ വരച്ചത്. അപ്പൊ R1 തന്നെയായിരിക്കും അത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ CPക്ക് പകരം എന്ത് കൊടുക്കാം, CPക്ക് പകരം R1 എന്ന് കൊടുക്കാം. ഇനി OC കൂടെ കണ്ടുപിടിക്കണം. OC കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിൾ എന്നിട്ട് അവിടുന്ന് ഞാൻ കോസ് തീറ്റ എടുക്കാൻ പോവാം. പോവാണ്. കോസ് തീറ്റ ഒന്ന് എടുത്ത് നോക്കിയാൽ ഇവിടുന്ന് കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതാണ് തീറ്റ, ഇതിന്റെ അഡ്ജസ്റ്റ് ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഹൈപ്പോട്ടന്യൂസ് എന്തായാലും അതിന് ഓപ്പോസിറ്റ് ഉള്ള ഇതേ ആകത്തുള്ളൂ. അഡ്ജസന്റ് തന്നെ ഇതും വരും കണ്ടോ. അപ്പൊ അഡ്ജസന്റ് OC ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ A ആണ്. അപ്പൊ OC കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, A കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, OC കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, R ഈസ് ഈക്വൽ ടു A കോസ് തീറ്റ പ്ലസ് എന്താ R1. നമുക്ക് R1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുകഴിഞ്ഞാൽ R മൈനസ് A കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ R1 എന്ന് കിട്ടി. അപ്പൊ R1 കിട്ടി. അത് കഴിഞ്ഞു. അടുത്ത എനിക്ക് R2 കിട്ടണം. R2 കിട്ടാൻ വേണ്ടി ഞാൻ ഈ മൊത്തം ലെങ്ത് എടുക്കാൻ പോവാണ്. എന്താണ്, BP എടുക്കാൻ പോവാ. BP കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് BO പ്ലസ് OP ചെയ്താൽ മതി. നോക്കി, BP മൊത്തം കണ്ടുപിടിക്കാൻ വേണ്ടി BOയുടെ കൂടെ OPയും കൂടെ കൂട്ടിയാൽ മതി. പോരെ? ഓക്കെ, OP. അങ്ങനെയാണെങ്കിൽ BP എന്ന് പറഞ്ഞാൽ എന്താ, BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ, BP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഡിസ്റ്റൻസ് ആണ്. അത് R2 അല്ലേ, കാരണം ഈ R2 കട്ട് ചെയ്യാൻ ഇവിടെ എടുക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചത്. ഓക്കെ, അപ്പം BP നെ നമുക്ക് R2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ BP നെ ഞാൻ R2 എന്ന് എടുക്കുന്നു. ഈസിക്കൽ ടു BO എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതാണ് BO. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തീറ്റ ആയതുകൊണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇത് തീറ്റയാണ്. അവിടുത്തെ കോസ് തീറ്റ കണ്ടുപിടിച്ചാലോ, കോസ് തീറ്റ അവിടുത്തെ അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ OB ആണ്. അടുത്ത ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ ഇതാ 90 ഡിഗ്രി, അതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് A. അപ്പൊ അവിടെ എന്താ, OB ഈസ് ഈക്വൽ ടു A കോസ് തീറ്റ എന്ന് എടുക്കാം. അപ്പൊ BO A കോസ് തീറ്റ ആണ് പ്ലസ് എന്താ OP നമുക്കറിയാം R ആണ്. ഓൾറെഡി R1 കിട്ടി, R2 കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിനെ എടുത്ത് ഇതിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതിനെ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് V യുടെ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു 1/R1 എന്ന് പറയുമ്പോൾ R മൈനസ് A കോസ് തീറ്റ മൈനസ് 1/R2 എന്ന് പറയുമ്പോൾ R പ്ലസ് A കോസ് തീറ്റ. LCM എടുക്കുന്നു, അതായത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് തമ്മിൽ ക്രോസ് ചെയ്താൽ മതി. അപ്പം Q ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ മൈനസ് R മൈനസ് A കോസ് തീറ്റ. ഓക്കെ ആണല്ലോ. മൈനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യാൻ. ഡിവൈഡഡ് ബൈ താഴെ R സ്ക്വയർ മൈനസ്, നോക്കി ഇത് A മൈനസ് B ഇൻറ്റു A പ്ലസ് B അല്ലേ, അപ്പൊ A സ്ക്വയർ മൈനസ് B സ്ക്വയർ, R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നോക്കിയാൽ മുകളിൽ നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് Q/4πε0 ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ മൈനസ് R പ്ലസ് A കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഈ പ്ലസ് ആറും മൈനസ് ആറും പോയി, താഴത്തെ അതേപോലെ തന്നെ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പം ആറും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി എന്താ, ബാക്കി എയും A കോസ് തീറ്റ A കോസ് തീറ്റയേ ഉള്ളൂ.
അതിനെ നമുക്ക് q ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0, ഇതിനെ നമുക്ക് 2a cos തീറ്റ എന്ന് എഴുതാം. 2a cos തീറ്റ ഡിവൈഡ് ബൈ എന്താ r സ്ക്വയർ മൈനസ് a സ്ക്വയർ cos സ്ക്വയർ തീറ്റ. നമുക്കറിയാം qa ഇൻറ്റു അല്ല q ഇൻറ്റു 2a എന്ന് പറയുമ്പോൾ p ആണ്. അപ്പോൾ മോള് p ആക്കാം. ഡിവൈഡഡ് ബൈ ഒരു cos തീറ്റ ഉണ്ട് അവിടെ, ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 r സ്ക്വയർ മൈനസ് a സ്ക്വയർ cos സ്ക്വയർ തീറ്റ, r സ്ക്വയർ മൈനസ് a സ്ക്വയർ cos സ്ക്വയർ തീറ്റ. കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്, r വെരി 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 ഗ്രേറ്റർ ദാൻ a, r സ്ക്വയർ വെരി 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 ഗ്രേറ്റർ ദാൻ a സ്ക്വയർ. അപ്പം a സ്ക്വയർ ഇൻ ഡിനോമിനേറ്റർ എന്താ ഈസ് നെഗ്ലെക്റ്റഡ്. അപ്പൊ a സ്ക്വയറിന്റെ ടേം മൊത്തം പോയി. a സ്ക്വയറിന്റെ ടേം പോയി കഴിഞ്ഞാൽ ബാക്കി cos സ്ക്വയറും പോയി. കാരണം a സ്ക്വയർ 0 ആയിട്ട് നമ്മൾ അങ്ങ് എടുക്കുകയാണ്. അപ്പം ഉറപ്പായിട്ടും 0 ഇൻറ്റു cos സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 0 തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ v എന്ന് പറയുന്നത് v നെറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? p cos തീറ്റ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ 0 r സ്ക്വയർ. ഇവിടെ ആക്സിയൽ കണ്ടുപിടിക്കണം, എന്ത് ചെയ്താൽ മതി? ആക്സിയൽ വി ആക്സിയൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? തീറ്റയ്ക്ക് എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? പി കോസ് 0 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എന്ന് വരും. എന്ത്? ഈ ആക്സിയൽ. അപ്പൊ എന്താ? കോസ് 0 0 ആണ്, കോസ് 0 1 ആണ്. അപ്പൊ പി ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ. അതേപോലെ വി ഇക്വറ്റോറിയൽ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ തീറ്റ എന്ത് കൊടുത്താൽ മതി? തീറ്റ 90 കൊടുത്താൽ മതി. അപ്പം വി ഇക്വറ്റോറിയൽ എന്ന് പറഞ്ഞാൽ പി കോസ് 90 ഡിവൈഡ് ബൈ എന്താ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ. അപ്പം പി ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ ഇൻറ്റു 0 വരും. കോസ് 90 0 മൊത്തം എന്തായി പോകും? 0 ആയി പോകും. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങളൊരു ചാർജിനെ ഡൈപോളിന് അടുത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പൊട്ടൻഷ്യൽ 0 ആയിരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ചാർജ് സ്പെറിക്കൽ കണ്ടക്ടർ ആണ്. ഇത് 2 മാർക്കിനൊക്കെ ഈ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പൊട്ടൻഷ്യൽ 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 ഡ്യൂ ടു എ ചാർജ്ഡ് സ്പെറിക്കൽ കണ്ടക്ടർ. സ്പെറിക്കൽ കണ്ടക്ടർ. ചാർജ് സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഒരു കണ്ടക്ടർ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് r ആയിട്ട് എടുക്കാം. അതിന്റെ സർഫസിൽ ഫുള്ള് ചാർജ് ഉണ്ടാവും, അതാണ് ചാർജ് സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഈ സെന്റർ ഇതിന്റെ വെളിയിൽ ഒരു പോയിന്റിൽ, ഒന്ന് അകത്തെ ഒരു പോയിന്റിൽ. വെളിയിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ സെന്ററിൽ നിന്ന് 6 ഡിസ്റ്റൻസ് ദൂരെയാണ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുമില്ല, E = 1/4 പൈ എപ്സിലോൺ 0. ഇവിടെ കുറേ ചാർജ് ഉള്ളതുകൊണ്ട് Q നെറ്റ് ഡിവൈഡഡ് ബൈ എന്താ R ചെയ്താൽ മതി, കാരണം നമ്മൾ അങ്ങനെയായിരുന്നു പഠിച്ചത് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി വി ഇൻസൈഡ് കണ്ടുപിടിക്കണം. ഇതിപ്പോ വി ഔട്ട്സൈഡ് ആണ്. വി ഇൻസൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഒരു കണ്ടക്ടിങ് സ്പിയറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണല്ലോ, നമ്മൾ പഠിച്ചാണ്. അപ്പം പൊട്ടൻഷ്യലും 0 ആകുമോ, അല്ലെ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചോദിക്കും? ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യലും 0 ആയിരിക്കും? അല്ല, പൊട്ടൻഷ്യൽ ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നല്ലേ പഠിച്ചത്. അതായത് dV/dr, നെഗറ്റീവ് ഞാൻ കളഞ്ഞു, ഈസ് ഈക്വൽ ടു E എന്നാണ് പഠിച്ചത്. ഇൻസൈഡിൽ ഈ 0 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ dV/dr എന്തായിട്ട് മാറും? 0. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണോ 0 ആകുന്നത് ആ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മാത്രമാണ് ആൻസർ 0 കിട്ടുക. അപ്പൊ ഇവിടെ വി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വി യുടെ ഡിഫറൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? വി കോൺസ്റ്റന്റ് ആണ്. therefore വി ഈസ് കോൺസ്റ്റന്റ്. അതിനർത്ഥം ഇവിടത്തെ വി എടുത്താലും ഇവിടത്തെ വി എടുത്താലും ഇവിടത്തെ അകത്തെ ഏത് പോയിന്റിലെ വി എടുത്താലും വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഭാഗം ആപ്ലിക്കേഷൻ ലെവലായിട്ടൊക്കെ പലയിടത്തും ചോദിച്ചിട്ട് പലതവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്തത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 1-2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സർഫസിലെ പൊട്ടൻഷ്യൽ
സെയിം ആണെങ്കിൽ ആ സർഫസിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയും. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ ഇറ്റ് ഈസ് എ സർഫസ്, ഇറ്റ് ഈസ് എ സർഫസ് having same potential at all points. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അറിയാം. നമുക്കറിയാം പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും റേഡിയലി പുറത്തേക്കായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കണമെങ്കിൽ ഇതേണ്ട ഇതൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് അതിന്റെ വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, ഇത് അതിന്റെ വേറൊരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. നോക്കിയേ, ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരുന്നത്. അതായത് ഇത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. കാരണം ഇപ്പം ഈ ഇവിടെ നിന്ന് ഒരു ടെസ്റ്റ് ചാർജിനെ ഈ സർഫസിലുള്ള എവിടോട്ട് കൊണ്ടുപോയാലും ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ ഇവിടെ അതിനെ കൊണ്ടുവച്ചാലും നിങ്ങൾ ചെയ്യേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഇവിടത്തെ പൊട്ടൻഷ്യൽ ഇത് എ ആണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് എ, പൊട്ടൻഷ്യൽ അറ്റ് ബി, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് ബിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ വി ബി മൈനസ് വി എ എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 0 തന്നെ കിട്ടും. എന്നാൽ ഈ പോയിന്റിൽ നിന്ന് അടുത്ത സർഫസിലോട്ട് കൊണ്ടുവച്ചാൽ വർക്ക് ഡൺ ചെയ്യേണ്ടി വരും കേട്ടോ, അത് ഓർത്ത് വെച്ചു. പിന്നെ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡും ഇക്വിപൊട്ടൻഷ്യൽ സർഫസും പെർപെൻഡിക്കുലർ ആയിരിക്കും. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. പിന്നെ അതേപോലെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അവിടെ വർക്ക് ഡൺ ഒന്നും ചെയ്യേണ്ട, ചുമ്മാ എന്താണ് സിമ്പിൾ ആയിട്ട് മൂവ് ചെയ്ത് വെക്കാം. ഇനിയും ഇതിപ്പം ഒരു മോണോപോൾ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ചാർജും കൂടെ ഒരുമിച്ച് വന്നിട്ട് അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വരയ്ക്കണം അറിയോ, അതിന്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോൾ ഫുൾ ഭാഗത്ത് അട്രാക്ഷൻ വരും. അപ്പൊ ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇത്തിരി എന്ത് ചെയ്യുന്നറിയോ, ഇത്തിരി ചളുങ്ങും. അതായത് ഈ സൈഡിലുള്ളത് അടുത്തടുത്ത് വരും, ഈ സൈഡിലുള്ളത് അടുത്തടുത്ത് വരും. ഈ സൈഡിലുള്ള അടുത്തടുത്ത് വരും. എന്നാൽ ഈ കണ്ടോ ഇവിടെ ഈ ഭാഗത്തുള്ളത് അടുത്തടുത്ത് വരും. എന്നാൽ വെളിയിൽ ഇവിടൊക്കെ നോർമൽ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ആവും. എന്നാൽ രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ, രണ്ട് പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ വെളിയിലുള്ള ഭാഗം എന്ത് ചെയ്യും, അടുത്തടുത്ത് വരും. കാരണം അവിടെ റിപ്പൾഷനാണ്, ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടെ ഉള്ള ഭാഗം വലിയും, മനസ്സിലായോ? അപ്പം അവിടെ തന്നെ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അതേപോലെ ഇവിടെ അതേപോലെ തന്നെ ഇവിടെ അടുത്തടുത്തായിരിക്കും. ഞാനത് വരച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് വരച്ച് കാണിക്കുന്നതേ, ഇന്റർസെക്ട് ഒന്നും ചെയ്യത്തില്ലേ, ഇങ്ങനെ അടുത്തടുത്ത് വരും. ഇവിടെ നോർമൽ ഇതുപോലെ, അതായത് ഈ ഭാഗം ഇവിടെ നോർമലും ഈ ഭാഗത്ത് നോർമലും ഈ ഭാഗത്ത് അടുത്തടുത്ത് വരും. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നത്, എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു ഇതുണ്ട്. അതായത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ വരയ്ക്കാൻ പറയും. ഇപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ പ്ലസ് ക്യൂ മൈനസ് ക്യൂ, കണ്ടോ? ഇതാണ്, ഇങ്ങനെ പോകുന്നതിനാണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇല്ലയോ? ഇങ്ങനെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഒന്നും വരയ്ക്കേണ്ട, ഈ ആരോ ഇട്ടാൽ മതി. ഇങ്ങനെ പാരലായിട്ട് കുറെ ഫീൽഡ് ലൈൻസ് വരച്ചിട്ട് ആരോ ഇട്ടാൽ മതി. അതിനകത്ത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇങ്ങനെ ആയിരിക്കും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു സർഫസ് ഇങ്ങനെ, അടുത്ത സർഫസ് ഇങ്ങനെ, അടുത്ത സർഫസ് ഇങ്ങനെ, ഇങ്ങനെയായിരിക്കും. ഇത് ഓർത്ത് വെച്ചോണം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇക്വിപൊട്ടൻഷ്യൽ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയാണ് പഠിക്കാനുള്ളത്. പൊട്ടൻഷ്യൽ എനർജി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ തന്നെയാണ് കേട്ടോ. അതെന്താണെന്ന് അറിയാമോ? ഇപ്പം ഒരു ചാർജിനെ വേറൊരു ചാർജിനെ അടുത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ?
ഇതും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു ചാർജിനെ വേറൊരു ചാർജിന് അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് എനർജി ആയിട്ട് സ്റ്റോർ ആകും. അതിനെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോക്കിക്കോളൂ. അതായത് നമ്മൾ ഒരു സിംഗിൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻവോൾവിംഗ് ടു ചാർജസ് ഇൻവോൾവിംഗ് ടു ചാർജസ്, രണ്ട് ചാർജ് ഇൻവോൾവ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി. ഞാൻ Q1 എന്ന് പറയുന്ന ചാർജിനെ ഇവിടെ കൊണ്ടുവച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ Q1 എന്ന് പറയുന്ന ചാർജിന്റെ ചുറ്റിനും ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അപ്പം അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, നമ്മൾ Q2 എന്ന് പറയുന്ന വേറൊരു ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കാൻ പോവാണ്. ഇവിടെ നിന്ന് ഒരു R ഡിസ്റ്റൻസ് ദൂരെയാണ് ഈ പോയി. അപ്പോൾ എന്തുമാത്രം പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ആലോചിച്ചോണം, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ തന്നെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, നമ്മൾ പഠിച്ചായിരുന്നു. പൊട്ടൻഷ്യൽ ഈസിക്കൽ ടു വർക്ക് ബൈ ചാർജ് ആണെങ്കിൽ വർക്ക് ഈസിക്കൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആയിരിക്കും. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ആരുടെയാണ്, ചാർജ് ഏതാണ്. ഓക്കെ, ഈ പോയിന്റിലാണ് എനിക്ക് Q2 ചാർജിനെ കൊണ്ടുവെക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ വർക്ക് ഡൺ ചെയ്യണം. ആ വർക്ക് ഡൺ ആണ് W. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ പോയിന്റിൽ ആരുടെ പൊട്ടൻഷ്യൽ ആയിരിക്കും, Q1ന്റെ പൊട്ടൻഷ്യലാണ്. Q1ന്റെ പൊട്ടൻഷ്യൽ V1 ആണ്. V1നെ ഓവർകം ചെയ്ത് വേണം എനിക്ക് Q2നെ കൊണ്ടുവെക്കാൻ. കണ്ടോ, ഇങ്ങനെയാണ് ഇക്വേഷൻ. പിന്നെ V1 ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R ആയിരിക്കും ഇൻറ്റു Q2. അങ്ങനെ വർക്ക് ഡൺ ഇൻ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. U ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ രണ്ട് ചാർജ് ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇത് ന്യൂമറിക്കലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ടോ, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കും. പൊട്ടൻഷ്യൽ എനർജി U ആയിട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും 3 മാർക്കിന് ന്യൂമറിക്കലും ചോദിക്കാം, അല്ലെങ്കിൽ ഡെറിവേഷൻ ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജ്. ഒരു 3 ചാർജ് തന്നിട്ട് ആ 3 ചാർജിന്റെ സിസ്റ്റത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും ന്യൂമറിക്കലായിട്ടും ഡെറിവേഷൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാമോ, ഞാൻ A B C എന്ന് പറഞ്ഞ 3 പോയിന്റ് എടുത്തു. ആദ്യം Q1 ചാർജിനെ ഞാൻ A കൊണ്ടുവച്ചു. പക്ഷേ അവിടെ ചെയ്യേണ്ട വർക്ക് W1 ആണ്. പക്ഷേ ആ W1 എനിക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. കാരണം W1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V ഇൻറ്റു Q ആണ്. പക്ഷെ ഇവിടെ ഈ A എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പോൾ അതിൻ്റെ അടുത്ത് വേറെ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് വേറെ ആരുടെയും പൊട്ടൻഷ്യലിലുള്ള പോയിന്റിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ V ഇൻറ്റു Q ആണെന്ന് എടുക്കാം. പൊട്ടൻഷ്യൽ 0 ആണ്. W1 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു Q1, അതായത് 0. ആദ്യത്തെ ചാർജിനെ ശൂന്യതയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ കൊണ്ടുവെക്കാൻ ഞാൻ ഒരു വർക്കും ചെയ്യേണ്ട. ഫിസിക്കൽ വർക്ക് ചെയ്യണം, പക്ഷെ ഇലക്ട്രോസ്റ്റാറ്റിക് വർക്ക് ചെയ്യണ്ട. ഇനി ഇപ്പം ഈ ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. ഇപ്പം ഈ ചാർജ് Q1 ചാർജ് ഇവിടെ ഇരിക്കുകയാണ്. വേറൊരു Q2 ചാർജിനെ എനിക്ക് ഈ പോയിന്റിൽ കൊണ്ടുവെക്കണം. അത് ഈ എയിൽ നിന്ന് ഇതിവിടെ Q1 അല്ലേ ഇപ്പം ഇരിക്കുന്നത്, ഇത് Q2 ചാർജിനെ കൊണ്ട്, അപ്പം ഒരു R12 ദൂരത്തിലാണ് അത് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. R12 ഒന്നും ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. R12 ഒന്നും ഇപ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കിക്കോളൂ, ഇത് Q1 ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഇവിടെ എനിക്ക് Q2 ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ Q1ന്റെ വളരെ അടുത്താണ് ഈ പോയിന്റ് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ട് സിയിൽ Q1ന്റെ പൊട്ടൻഷ്യലാണ്. അപ്പോൾ സിയിലുള്ള പൊട്ടൻഷ്യൽ V1 ആണ്. അപ്പം ആ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്തിട്ട് വേണം Q2നെ അവിടെ കൊണ്ടുവെക്കാൻ. അപ്പം ആ Q2നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ W2 ഈസ് ഈക്വൽ ടു അവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആണ്. V1 ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് Q2. V1ന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R ഇൻറ്റു Q2 ആണല്ലോ. ഇവിടെ 1ഉം 2ഉം വന്നുകൊണ്ട് താഴെ R12 ഇടുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് ഉണ്ട് Q1ന്റെയും Q2ന്റെയും ഇവിടെ Q2, അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് R12 എന്നാണ്. വെക്ടർ ഫോമിൽ W2 കിട്ടി. W3 കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കിക്കോളൂ. W3 കണ്ടുപിടിക്കാൻ വേണ്ടി Q3 ഒരു ഇതിവിടെ കൊണ്ടുവെക്കുക. Q3 ഇവിടെ കൊണ്ടുവെക്കാൻ വേണ്ടി ഇപ്പൊ നോക്കിയേ, ഈ Q1ന്റെ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും, ഈ Q2ന്റെ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ രണ്ട് പൊട്ടൻഷ്യലും ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്തിട്ട് വേണം ഈ Q3 എന്ന് പറഞ്ഞ ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കാൻ. അത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ W3 കണ്ടുപിടിക്കണം. W3 എന്താ, W3 ഈസിക്കൽ അവിടുത്തെ പൊട്ടൻഷ്യൽ രണ്ടെണ്ണമാണ്, V1 പ്ലസ് V2 ആണ് ഇൻറ്റു കൊണ്ടുവരുന്ന ചാർജ് Q3 ആണ്. V1ന്റെ വാല്യൂ 1/4πε0 Q1 ഡിവൈഡ് ബൈ R ആണ്. V2ന്റെ വാല്യൂ 1/4πε0 Q2 ഡിവൈഡഡ് ബൈ R ആണ് ഇൻറ്റു എന്താണ് Q3. അങ്ങനെയാണെങ്കിൽ 1/4πε0 Q1 Q3 ഡിവൈഡഡ് ബൈ R. അങ്ങനെ 1 3 വന്നുകൊണ്ട് ഇവിടെ R13 എഴുതാം. അതേപോലെ തന്നെ 1/4πε0 Q2 Q3, അപ്പൊ താഴെയും R23 എഴുതാം. അപ്പോൾ ഇത് W3. ഈ ചെയ്യുന്ന വർക്ക് ഡന്റെ ടോട്ടൽ ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ U കണ്ടുപിടിക്കാൻ വേണ്ടി W1 പ്ലസ്
W2 പ്ലസ് W3 ചെയ്താൽ മതി. അതായത് 0 പ്ലസ് 1/4 എപ്സിലോൺ 0 Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് 1/4 എപ്സിലോൺ 0 Q1 Q3 ഡിവൈഡ് ബൈ R12 R13 ആണ് ഇവിടെ R13 പ്ലസ് 1/4 എപ്സിലോൺ 0 Q2 Q3 ഡിവൈഡ് ബൈ R23. ഓക്കെ, ഇവിടെ കോമൺ എടുക്കാൻ ആകെ 1/4 എപ്സിലോൺ 0 മാത്രമേ ഉള്ളൂ. ബാക്കി Q1 Q2 ഡിവൈഡ് ബൈ R12 പ്ലസ് Q1 Q3 ഡിവൈഡ് ബൈ R13 പ്ലസ് Q2 Q3 ഡിവൈഡ് ബൈ R23. ഓക്കെ, ഇനി ആ ഡിസ്റ്റൻസ് അവിടെ പടം കംപ്ലീറ്റ് ചെയ്യണം. ഞാനത് പടം വരയ്ക്കാൻ പറ്റുമോ? ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ഇത് എന്താണ് ഇവിടെ Q3 ആകൊണ്ട് നോക്കുന്നത് Q3യും Q2 Q1 ആയതുകൊണ്ട് ഇത് R13 എടുക്കുക, ഇത് എന്താണ് R23 എടുക്കുക. ഇത് ശരിക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഡിസ്റ്റൻസും ഒക്കെ സെയിം ആയിരിക്കും. നമ്മളിവിടെ വെക്ടർ ഫോമിൽ എടുത്തുകൊണ്ടാണ് 1 2 1 3 എന്നൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചു. ഇനി ചോദിച്ചോ, ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? നമ്മളിപ്പം ഒരു സിംഗിൾ ചാർജുകളെ എന്താണ് കൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലെ വേറൊരു ചാർജിനെ അടുത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ഒക്കെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? എന്നാൽ നമ്മൾ ഒരു ഡൈപോളിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പോവാം. ഇവിടെ ഒത്തിരി കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഒന്ന് ചോദിക്കാം കേട്ടോ. കാരണം ഇവിടെ കുറെ കേസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ചിലപ്പം ഒരു 2 മാർക്കിന്റെ ഒരു ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്കിന്റെ ഡെറിവേഷൻ ചോദിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. അത് ഡെറിവേഷൻ ആയിരിക്കും, പക്ഷേ 2 മാർക്കേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് മൊത്തം എഴുതേണ്ടി വരും 2 മാർക്കിന് ചോദിച്ചാൽ. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു, 2 മാർക്കിന് ഒരു ഡെറിവേഷൻ ഒക്കെയാണ് ചോദിച്ചത്. അത് പക്ഷേ ഡെറിവേഷൻ മൊത്തം എഴുതണം, 2 മാർക്ക് ഷോർട്ട് ഡെറിവേഷൻ ആയിട്ട് എഴുതിയാൽ മതി. നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന പോലെ എഴുതിയാൽ മതി. അതിപ്പം 4 മാർക്കിന് ചോദിച്ചാലും നമ്മൾ ഈ പഠിപ്പിക്കുന്ന പോലെ ഇപ്പം ഈ റിവിഷൻ പഠിപ്പിക്കുന്ന പോലെ എഴുതിയാൽ മതി, വേറെ അതിനകത്തൊന്നുമില്ല. പിന്നെ തുടങ്ങുമ്പം നിങ്ങൾ എന്ത് എഴുതുക? നിങ്ങൾ കൺസിഡർ ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ സെന്റൻസിൽ തന്നെ എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ അടുത്ത് എഴുതാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ പ്ലേസ്ഡ് ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. നമുക്കറിയാം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ആ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുക അല്ലേ? ഈ സൈഡിലെല്ലാം പ്ലസ് ക്യൂവും ഈ സൈഡിലെല്ലാം മൈനസ് ക്യൂ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, പ്ലസ് ക്യൂവിൽ നിന്ന് മൈനസ് ക്യൂവിലേക്കായിരിക്കും എന്ത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമ്മൾ ഇങ്ങനെ ഒരു ഡൈപോളിനെ കൊണ്ട് ഇതിനകത്ത് വെക്കും. ഇത് ഡൈപോളാണ്, ഡൈപോൾ ലെങ്ത് 2a. അപ്പോൾ ഇവിടെ മൈനസ് ക്യൂ എടുക്കുന്നു, ഇവിടെ പ്ലസ് ക്യൂ എടുക്കുന്നു. അപ്പോൾ മൈനസ് ക്യൂ നിന്ന് പ്ലസ് ക്യൂയിലോട്ട് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. ഓക്കെ, ഇനി എനിക്ക് അറിയാം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ ഡൈപോളിനെ കൊണ്ട് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങും, ടോർക്ക് ഉണ്ടാവും ഇല്ലേ? എന്നിട്ട് then ഇങ്ങനെ ആയി മാറും, ശരിയല്ലേ? അപ്പം നോർമലി അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ ഇവിടെ വർക്ക് ഡൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇങ്ങനെ പോകുന്നതിനെ തടയണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് മൂവ് ചെയ്യിക്കണം, എന്നാലല്ലേ വർക്ക് ഡൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് യൂഷ്വലി പോകുന്ന ഡയറക്ഷൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ വർക്ക് ചെയ്തില്ലല്ലോ, അങ്ങനെ പോകും. അപ്പം ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ തിരിക്കുമ്പോഴാണ് വർക്ക് ഡൺ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ആദ്യം ലോജിക്കലി മനസ്സിലാക്കി വെക്കുക. ഇപ്പം ഇത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഒരു θ1 ആംഗിളാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാൽ, അതായത് പ്ലസ് ക്യൂയുടെ മൈനസ് ക്യൂയുടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി, അതായത് ഇപ്പൊ ഇത് ഒരു θ2 ആംഗിളാണ് ഇരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട്. അപ്പൊ θ1 ആംഗിളിൽ നിന്ന് θ2 ആംഗിളിലേക്ക് ഇവനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോരം വർക്ക് ഡൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം
ടോർക്ക് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. റൊട്ടേഷണൽ സോറി ഒരു സെക്കൻഡ് ഞങ്ങളെ ഓക്കെ നോക്കിക്കോളൂ. അപ്പം നമ്മള് നമുക്കിവിടെ എന്തായാലും വർക്ക് ഡൺ ആണ് ചെയ്യേണ്ടത്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? ഓക്കെ, അപ്പം റൊട്ടേഷൻ ഇത് റൊട്ടേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ടോർക്ക് എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ ആണ്. ആ ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഇല്ലേ? അപ്പൊ ആ കേസിലുള്ള റൊട്ടേഷണൽ മോഷനിലുള്ള ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ടോർക്കാണ്. റൊട്ടേഷണൽ മോഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റയാണ്. അപ്പൊ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു തീറ്റ എന്ന് എഴുതാം. നമുക്കൊരിക്കലും ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഇത്രയും ഇതിലുള്ള വർക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ? നമ്മൾ ആദ്യം ഇത്രയും മൂവ് ചെയ്യും, അതായത് ഒരു ഡി തീറ്റ ഡിസ്റ്റൻസ് മൂവ് ചെയ്യും, പിന്നെ അടുത്ത ഡി തീറ്റ, അടുത്ത ഡി തീറ്റ, അങ്ങനെ ചെറിയ ചെറിയ ഡി തീറ്റ മൂവ് ചെയ്ത് വർക്ക് കണ്ടുപിടിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ സ്മോൾ വർക്ക് ആകുമ്പോൾ എന്താണെന്ന് എഴുതാം? ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ എന്ന് വരും. ടോയുടെ വാല്യൂ നമുക്കറിയാം, പി ഇ സൈൻ തീറ്റ ആണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. പി ഇ സൈൻ തീറ്റ ഡി തീറ്റ ആയി. ഡി ഡബ്ല്യു ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ തൊട്ട് എവിടെ വരെയാ? ആദ്യം ഇരിക്കുന്ന ആംഗിൾ തീറ്റ ആണ്. ആ തീറ്റ വൺ, അതായത് ഇവിടെ റൊട്ടേറ്റിംഗ്, ഈ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ അല്ല നോക്കുന്നത്, ഈ ആംഗിൾ അല്ല നോക്കുന്നത്, ഇതിനെ റൊട്ടേറ്റിംഗ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കുന്നത് പൊസിഷണൽ ആംഗിളാണ്. ഇപ്പൊ ഇരിക്കുന്നത് ഈ പൊസിഷനിലാണ്. ആ പൊസിഷനിലുള്ള ആംഗിൾ തീറ്റ വൺ. തീറ്റ വൺ ഇരിക്കുമ്പോൾ തൊട്ട് ഇപ്പൊ ഇങ്ങനെ ആകുമ്പോൾ അതിന്റെ പൊസിഷൻ ആംഗിൾ കണ്ടുക തീറ്റ ടു ആണ് അതുവരെ. അപ്പം തീറ്റ വൺ തൊട്ട് തീറ്റ ടു വരെ ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തും തീറ്റ വൺ തൊട്ട് തീറ്റ ടു വരെ പി ഇ സൈൻ തീറ്റ ഡി തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡി ഡബ്ല്യുവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ടോട്ടൽ വരുന്നു ഈസ് ഈക്വൽ ടു പി ഇ കോൺസ്റ്റന്റ് പുറത്തിറക്കി ഇന്റഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു സൈൻ തീറ്റ എന്നാണ് ഇവിടെ വരിക ഇൻറ്റു ഡി തീറ്റ. ഇന്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും മൈനസ് കോസ് തീറ്റ ആണ്. അപ്പൊ പി ഇ ഇൻറ്റു മൈനസ് കോസ് തീറ്റ, ലോവർ ലിമിറ്റ് തീറ്റ വൺ, അപ്പർ ലിമിറ്റ് തീറ്റ ടു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പൊ പി ഇ ഇൻറ്റു കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ എന്ന് വരും. കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ വൺ എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇതാണ് ഡബ്ല്യു. അപ്പം സോറി കിട്ടിപ്പോയി, അവിടെ മൈനസ് കോസ് തീറ്റ അല്ലേ, തെറ്റാണ്. അപ്പം പി ഇ ഇൻറ്റു നമുക്കറിയാം അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ തീറ്റ ടു ആണ്. അപ്പൊ അത് ഇതിനകത്ത് മൈനസ് കോസ് തീറ്റ ടു മൈനസ് ലോവർ ലിമിറ്റ് തീറ്റ വൺ ആണ്, അത് മൈനസ് കോസ് തീറ്റയ്ക്കകത്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, മൈനസ് കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി ഇ ഇൻറ്റു കോസ് തീറ്റ ടു പ്ലസ് കോസ് തീറ്റ വൺ എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് പി ഇ ഇൻറ്റു കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ടു. ഓക്കെ ആണല്ലോ? ഇത് ഓർത്തോണം. വർക്ക് ഡൺ അല്ലെങ്കിൽ വർക്ക് ഡൺ ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് തന്നെ സ്റ്റോർ ആവുന്നത്. അതായത് ഇങ്ങനെ തീറ്റ വൺ ആംഗിൾ ഇരിക്കുന്ന ഒരു ഡൈപോളിനെ ഇങ്ങനെ തീറ്റ ടു ആംഗിളിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്തോരം വർക്ക് ഡൺ ചെയ്യണം, അതാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാൽ ജനറൽ കേസ് ഇങ്ങനെയല്ല. ഇത് എന്താണ് ആ പൊസിഷണൽ ആംഗിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ജനറൽ കേസ് പറയുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് ആംഗിളാണ് എടുക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് അറിയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ഡൈപോൾ, ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചിരിക്കുക. ഒരു ഡൈപോൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴും പൊട്ടൻഷ്യൽ എനർജി. ഇതൊരു പൊസിഷനാണ്. കാരണം ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. ഇവിടെ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. ഉറപ്പായിട്ട് ഇത് രണ്ടും അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പൊ പൊസിഷനിൽ നിൽക്കും. അപ്പോഴും പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഇല്ലാന്നല്ല, പൊട്ടൻഷ്യൽ എനർജി അവിടെ ഉണ്ട് അല്ലേ? അപ്പം അവിടെ റൊട്ടേറ്റിംഗ് ആംഗിൾ സീറോ, അവിടെ റൊട്ടേറ്റ് ഒന്നും ചെയ്യുന്നില്ല.
എന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡൈപോളിനെ ഞാൻ ഇങ്ങനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ ഈ തീറ്റ റൊട്ടേറ്റിംഗ് ആംഗിൾ ആണ് ജനറൽ കേസിൽ നോക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോളിനെ 180 ഡിഗ്രിക്ക് തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് നേരെ, അതായത് ഇവിടെ പ്ലസ് ക്യൂ ഇവിടെ മൈനസ് ക്യൂ ആയിരുന്നെങ്കിൽ അത് നേരെ തിരിച്ച് ഇവിടെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ അത്ര 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ആ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ, സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്ന അവസ്ഥയാണ്. അതായത് ഇതാണ് അതിന്റെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം പോസിറ്റീവ് ഇവിടെ എല്ലാം നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവിടെ ഡൈപോളിൽ നമ്മൾ വെക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് ആയിട്ട് അട്രാക്ട് ചെയ്തിരിക്കും, ഈ പോസിറ്റീവ് ഈ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പം അതാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള കേസാണ് ജനറൽ കേസ്. പരീക്ഷയ്ക്കൊക്കെ മാക്സിമം കൈനറ്റിക് എനർജി എപ്പോഴാണ്, മിനിമം കൈനറ്റിക് എനർജി എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ജനറൽ കേസ് ആണ് ഉദ്ദേശിക്കുന്നത്, ജനറൽ കേസ്. മറ്റേത് പൊസിഷണൽ ആംഗിളിന്റെ ഇതാണ്, അതും സെയിം തന്നെ, പക്ഷെ അത് പൊസിഷണൽ ആംഗിൾ വെച്ചാൽ നോക്കുന്നത്, ഇത് റൊട്ടേഷൻ ആംഗിൾ വെച്ചാൽ നോക്കുന്നത്, അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ എന്താ പറയുക, ജനറൽ കേസ് പറയാനായിട്ട് ഞാൻ തീറ്റ 0 ആക്കി വെക്കുക. തീറ്റ സീറോ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് ആംഗിൾ 0 ആണ്. റൊട്ടേറ്റിംഗ് ആംഗിൾ പൊസിഷണൽ ആംഗിൾ അല്ല, റൊട്ടേറ്റിംഗ് ആംഗിൾ ആണെന്നുള്ള കാര്യം ആലോചിച്ചോണം. റൊട്ടേറ്റിംഗ് ആംഗിൾ. ഓക്കെ, അതായത് അതിന്റെ പടം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ പോകുന്നു. അതിന്റെ ഡൈപോളിനെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്, അതായത് ഇവിടെ മൈനസ് ക്യൂ ഇവിടെ പ്ലസ് ക്യൂ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പം ഇവിടത്തെ നോക്കിയാൽ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, തീറ്റയുടെ മറ്റേ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, തീറ്റ 0 ആണ്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ എപ്പോഴും ആലോചിച്ചോണം. ഇവിടത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതായത് ജനറൽ കേസിൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് തീറ്റ എന്നാണ്. എപ്പോഴും ആലോചിച്ചോണം. ഈ തീറ്റയ്ക്കാണ് നമ്മൾ 0, 90, 180 ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് 0 എന്ന് വന്നു. അപ്പൊ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ ഇൻറ്റു 1 എന്ന് വന്നു. അപ്പൊ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ വന്നു. അതായത് യു എന്ന് പറയുന്നത് ഇവിടെ മിനിമം ആയിരിക്കും. ചിലപ്പം ഒരു മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും, എന്താണ് ഒരു ഡൈപോള് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ മിനിമം കേസിന്റെ കണ്ടീഷൻ എന്താണ് എന്ന് ചോദിക്കും. അത് വരച്ച് കാണിക്കാൻ പറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനകത്തു നിന്നൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുമ്പോൾ തീറ്റ 90 ഡിഗ്രി, റൊട്ടേറ്റിംഗ് ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ആക്കുക. കണ്ടോ, അപ്പൊ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ കേസ് വരുന്ന സമയത്ത് നമ്മുടെ യു എന്തായിരിക്കും? അപ്പൊ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി ഇ കോസ് 90 എന്നാണ് വരുന്നത്. കോസ് 90 0 ആണ്. അപ്പൊ യു എന്താ? 0. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇങ്ങനെയാണ് ഡൈപോൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ ടോർക്ക് മാക്സിമം ആയിരുന്നതാണ് നമ്മൾ പറഞ്ഞത്, പക്ഷെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഒരു കേസ് കൂടെ ഉണ്ട്, തീറ്റ 180 ഡിഗ്രി ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ യു ഈസ് ഈക്വൽ ടു നെഗറ്റീവ് പി നെഗറ്റീവ് പി ഇ കോസ് 180 ആണ്. കോസ് 180 നെഗറ്റീവ് 1 ആണ്. അപ്പൊ നെഗറ്റീവ് പി ഇ ഇൻറ്റു നെഗറ്റീവ് 1 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് പി ഇ വരും. അപ്പം ഇതാണ് യുവിന്റെ മാക്സിമം കണ്ടീഷൻ ഇങ്ങനെയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ ഇങ്ങനെ വെച്ചിട്ട് അതിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. അതായത് ഇപ്പൊ ഇവിടെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആണെങ്കിൽ അത് തിരിക്കുമ്പോൾ ഇത് പ്ലസ് ക്യൂ ഇത് മൈനസ് ക്യൂ ആയിട്ട് മാറും. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് എപ്പോഴും മാക്സിമം ആവുന്നത്. ഓക്കെ ആണല്ലോ, അത് എപ്പോഴും ആലോചിക്കണം. ഓക്കെ, അടുത്തതായിട്ട് കപ്പാസിറ്റർ ആണ്. ഞാനൊരു ഒരു ഒരു 15 മിനിറ്റ് കൂടെ ക്ലാസ് എടുക്കുവാണ്. 15 മിനിറ്റ് കൂടെ എടുത്ത് നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് തീർക്കാൻ വേണ്ടിയാണ്. ഒരു 15 മിനിറ്റ്. ഈ കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ചാർജിനെ സ്റ്റോർ ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ ഇതൊരു പ്ലേറ്റ് ആണെങ്കിൽ ഇതൊരു പ്ലേറ്റ് ആയിരിക്കും. നമ്മൾ മറ്റേ ആ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് കൺസിഡർ ചെയ്തില്ലേ, അങ്ങനെ ഒരു പ്ലേറ്റാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്തു, അടുത്ത ചാർജിനെ സ്റ്റോർ ചെയ്തു, അടുത്ത ചാർജിനെ അങ്ങനെ ഓരോ ചാർജിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഓക്കെ. അപ്പം ആ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഡിവൈസിനെയാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. എന്നാൽ കപ്പാസിറ്ററിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആയിരിക്കും. അതിനർത്ഥം എന്താണെന്നറിയോ? ഇപ്പൊ ഈ ഒരു പ്ലേറ്റിനകത്ത് ഒരു പോസിറ്റീവ് ചാർജിനെ സ്റ്റോർ ചെയ്തു. എന്നാൽ രണ്ടാമത്തെ പോസിറ്റീവ് ചാർജിനെ ഇവിടോട്ട് കൊണ്ട് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് അതിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷനെ ഒപ്പോസ് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ചാർജിന്റെ പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യണം. ഓക്കെ. അപ്പം അടുത്ത ഓവർകം ചെയ്തിട്ട് ഞാൻ ആ പോസിറ്റീവ് ചാർജിനെ അവിടെ കൊണ്ടുവച്ചു. മൂന്നാമതൊരു ചാർജിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. അതിനെ ഓവർകം ചെയ്താലേ എനിക്ക് ഇവിടെ കൊണ്ടുവെക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഓരോ തവണ ചാർജ് കൂടുമ്പോഴും പൊട്ടൻഷ്യൽ കൂടും. അതാണ് ക്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ക്യൂ ഈസിക്കൽ ടു പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ക്യൂ ഈസിക്കൽ ടു സി വി എന്ന് എഴുതാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പല ഇക്വേഷൻ എടുക്കാം. സി ഈസിക്കൽ ടു ക്യൂ ബൈ വി എന്നാക്കാം, വി ഈക്വൽ ടു ക്യൂ ബൈ സി എന്നാക്കാം. ഓക്കെ. ഈ സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കപ്പാസിറ്ററിനകത്ത് എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു വാല്യൂ ആണ് കപ്പാസിറ്റൻസ്. ഓക്കെ. ഇനി കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫാരഡാണ്. കാരണം ക്യൂവിന്റെ യൂണിറ്റ് കൂളമ്പും വിയുടെ യൂണിറ്റ് വോൾട്ടും ആയതുകൊണ്ട് കൂളം പെർ വോൾട്ടിനെ നമ്മൾ ഫാരഡ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഒറ്റ പ്ലേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്നാൽ ഒറ്റ പ്ലേറ്റ് അല്ലാതെ രണ്ട് പ്ലേറ്റ് അടുത്തടുത്ത് പാരലൽ പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ പാരലൽ പ്ലേറ്റിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഇപ്പം ഇതെല്ലാം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്ലേറ്റ്, ഇത് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. ഓക്കെ. എനിക്ക് ഈ പ്ലേറ്റിനകത്താണ് ഇപ്പൊ ചാർജിനെ സ്റ്റോർ ചെയ്യേണ്ടത്. ഇതിനകത്ത് വളരെ കുറച്ച് ചാർജേ ഉള്ളൂ. ഇതിനകത്ത് ഫുള്ളി നെഗറ്റീവ് ചാർജ് ആണ്. ഞാൻ രണ്ട് ചാർജിനകത്ത് സ്റ്റോർ ചെയ്തു. മൂന്നാമത്തെ ചാർജിനെ ഇവിടെ കൊണ്ടുവെക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്താ? ഈ രണ്ടാൾക്കാരുടെ പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ടാവും. അതിനെ ഒപ്പോസ് ചെയ്യണം. അപ്പൊ അതിനെ ഒപ്പോസ് ഇവർ രണ്ടുപേരും അതിനെ തെള്ളും. അപ്പൊ ഇതിനെ തെള്ളിക്കളയുന്ന സമയത്ത് എനിക്കൊരു സപ്പോർട്ടായിട്ട് ഇതിന് തൊട്ടടുത്തുള്ള ഈ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്. ഇവനെ രണ്ട് ചാർജ് ഇവനെ ഇങ്ങോട്ടേക്ക് തള്ളുന്ന സമയത്ത് ഇത്രയും ചാർജ് എന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഇവിടെ വന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വലിയ വർക്കൊന്നും ചെയ്യാതെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യാൻ പറ്റും. കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാം. പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ കുറയുമ്പോൾ എനിക്ക് കൂടുതൽ ചാർജിനെ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് രണ്ട് പാരലൽ പ്ലേറ്റ് ഉപയോഗിക്കുന്നതിന്റെ ഗുണം. നമ്മുടെ ഫാനിനകത്തൊക്കെയുള്ള കപ്പാസിറ്റർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ ആണല്ലോ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനകത്ത് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, അല്ലെ എത്രത്തോളം ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു സ്പിയറിന്റെ കപ്പാസിറ്റൻസിന്റെ കാര്യം ഒന്ന് പഠിപ്പിക്കാം. ഓക്കെ. അത് വിട്ടുപോകുന്നതാണ് എപ്പോഴും പഠിപ്പിക്കാൻ. എന്നാൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെരിക്കൽ കണ്ടക്ടർ. സ്പെരിക്കൽ കണ്ടക്ടർ. കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെരിക്കൽ കണ്ടക്ടറിനകത്ത് നമ്മൾ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാണ്. അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ്. സ്പെരിക്കൽ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ സർഫസിലൊക്കെ എന്താ? അതിന്റെ സർഫസിലൊക്കെ പ്ലസ് ക്യൂ ചാർജ് എന്ത് ചെയ്യാ? ഉണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് ഇതിന്റെ വെളിയിൽ ആർ ഡിസ്റ്റൻസ് മുതൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള കപ്പാസിറ്റൻസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അല്ല സോറി, കപ്പാസിറ്റൻസ് അല്ല, അതിന്റെ പൊട്ടൻഷ്യൽ. ഒരു സെക്കൻഡ്. അതായത് ഇങ്ങനെ പഠിക്കണ്ട. ഞാൻ ഈ പറയാൻ പോകുന്ന പോലെ ഒന്ന് നോക്കിയോ. അതായത് ഇതിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ക്യൂ ബൈ വി ആണല്ലോ. അപ്പൊ വി കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് സി കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഈ പോയിന്റിന്റെ അവിടെ നിന്ന് ഒരു ആർ ഡിസ്റ്റൻസ് ദൂരെ, അതായത് ഇതിന്റെ റേഡിയസ്, അതായത് ഇതിന്റെ ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് ദൂരെ തന്നെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്താ? വി ഈസിക്കൽ ടു 1 ബൈ സ്മോൾ ആർ ആയിട്ട് അങ്ങ് എടുക്കാമേ. വി ഈസിക്കൽ 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ ഡിവൈഡഡ് ബൈ ആർ ആണ്. നമ്മളിപ്പോൾ പഠിച്ചതാ അല്ലേ? ആർ ഡിസ്റ്റൻസ് ദൂരെ ഒരു ചാർജ് മുഖാന്തരമുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ അതിന്റെ ക്യൂ ബൈ ആർ 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ ഡിവൈഡ് ബൈ ആർ ആണ്. ഓക്കെ. ഇത് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കപ്പാസിറ്റൻസ് എത്രയാ? സി ഈസിക്കൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 1 ബൈ 4 പൈ എപ്സിലോൺ 0 ക്യൂ ഡിവൈഡ് ബൈ ആർ എന്ന് വരും. ക്യൂ കട്ട് ചെയ്തിട്ട് ഇവരെല്ലാം മോളിൽ കയറും. അങ്ങനെയാണെങ്കിൽ സി എന്ത് വരുമെന്ന് അറിയാവോ? സി ഈസിക്കൽ ടു 4 പൈ എപ്സിലോൺ 0 ആർ എന്ന് വരും. കണ്ടോ? ഇതാണ് നമ്മുടെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരബോളിക് കപ്പാസിറ്റർ. അതായത് ഇവര് ഇങ്ങനെയല്ല ചോദിക്കുന്നത്, പ്രൂവ് ദാറ്റ് കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്ന് പറയും. നോക്കി, ഇവിടെ ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിട്ട് എടുക്കാം. അപ്പൊ ഈ ഡെറിവേഷൻ എഴുതിയിട്ട് വേണം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. കാരണം സൈസ് കൂടുമ്പോൾ കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ. റേഡിയസ് കൂടും, സൈസ് കൂടുമ്പോൾ, അപ്പൊ കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ കാരണം. ഓക്കെ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ളത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും, ന്യൂമറിക്കലായിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ രണ്ട് പ്ലേറ്റ് കൺസിഡർ ചെയ്യാണ്. പാരലൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിലെ പടത്തിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. ശരിക്കും ഇത് രണ്ട് കമ്പ് പോലെ അല്ല ഇരിക്കുന്നത്, പകരം രണ്ട് പ്ലേറ്റ്സ് ആണ്. കണ്ടോ? ഇങ്ങനെയുള്ള രണ്ട് പ്ലേറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള രണ്ട് പ്ലേറ്റ് ആണ്. നിങ്ങൾ അങ്ങനെ വരയ്ക്കേണ്ട, സ്കൂളിലെ വരച്ച പോലെ വരച്ചാൽ മതി. ഇതിന്റെ ഒരു പ്ലേറ്റിലെല്ലാം പോസിറ്റീവ് ചാർജും ഒരു പ്ലേറ്റിലെല്ലാം നെഗറ്റീവ് ചാർജും ആയതുകൊണ്ട്
പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഡി ആണ്. ഈ ചാർജിന്റെ അല്ലെങ്കിൽ ഈ ഷീറ്റിന്റെ ഏരിയ എ, ഈ ഷീറ്റിന്റെ ഏരിയയും എ ആണ്. ഇത് ഷീറ്റ് എ എന്ന് പറയും, ഇത് ഷീറ്റ് ബി എന്ന് പറയും. ഇവരുടെ ഈ ഷീറ്റും ഈ പോയിന്റിൽ ഇതിന്റെ നടുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്, ഈ ഷീറ്റും ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്നത് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ക്യൂ ബൈ വി ആണ്. ക്യൂവും വിയും കണ്ടുപിടിക്കാതെ സി കിട്ടത്തില്ല. ക്യൂ ഓൾറെഡി നമുക്കറിയാം ഇത് രണ്ടും സർഫസ് ആയതുകൊണ്ട് ക്യൂവിനെ നമുക്ക് സിഗ്മ ഇൻറ്റു എന്നെടുക്കാം, കാരണം സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ആണ് ചാർജ്. ഓക്കെ, ഇത് ഇക്വേഷൻ 1 എന്നും ഇത് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഇനി നമുക്ക് വി കണ്ടുപിടിക്കണം. വി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇ കണ്ടുപിടിക്കണം. ഇ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ എന്ന് പറയുന്ന പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗോസസ് തിയറം വെച്ച് കണ്ടുപിടിച്ചാണ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പൊ ബിയുടെയും അത് തന്നെയായിരിക്കും, സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ അല്ലേ ഈ നടുക്ക് വരുന്നത്. അപ്പം ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇ എ പ്ലസ് ഇ ബി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താ, സിഗ്മ ബൈ 2 എപ്സിലോൺ 0യുടെ കൂടെ സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 വരുന്നു. 2 കട്ട്, അപ്പൊ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് കിട്ടി, സിഗ്മ. കണ്ടോ, അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ ബൈ എപ്സിലോൺ 0. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ഇ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഡി വി ബൈ ഡി ആർ അല്ലേ. അതിന് നമുക്ക് വി ബൈ ആർ എന്നോ വി ബൈ എൽ എന്നോ എടുക്കാം. ഞാൻ ഇവിടെ വി ബൈ ഡി എന്നാണ് എടുക്കുന്നത്, കാരണം ഡിസ്റ്റൻസ് ഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോറി, വി ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ, വി ബൈ ആർ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പം ഇവിടെ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി എന്ന് എടുക്കാം. അവിടെ നിന്ന് വി ഈസ് ഈക്വൽ ടു എന്താ, ഇ ഇൻറ്റു ഡി. കാരണം നമുക്ക് വിയും കൂടെ കണ്ടുപിടിച്ചാലേ എന്താണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ക്യൂ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക, ഇനി വിയും കൂടെ കണ്ടുപിടിക്കണം. അപ്പം വി കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് നമ്മൾ വിയും ഇയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് ഇങ്ങനെ ഇത് ചെയ്തു. നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു ഇയുടെ വാല്യൂ ഇതിനകത്തോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. അപ്പൊ വി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. അത് അവിടെ കിടക്കട്ടെ. അപ്പൊ വിയും കിട്ടി, ഇയും കിട്ടി, അല്ല വിയും കിട്ടി, ക്യൂവും കിട്ടി. ഇനിയും സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ക്യൂ ബൈ വി അല്ലേ. ക്യൂവിൻ്റെ സിഗ്മ ഇൻറ്റു എ അല്ലേ, വിയുടേത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി അല്ലേ. സിഗ്മ കട്ട് ചെയ്തു, എപ്സിലോൺ 0 മുകളിൽ വന്നപ്പോൾ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് സിയുടെ ഇക്വേഷൻ. അതിന്റെ എന്താണെന്നറിയോ, ആ രണ്ട് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് എയർ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ വരിക, സി എയർ. എന്നാൽ ഈ രണ്ട് കപ്പാസിറ്ററിന്റെ ഇടയ്ക്ക് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം കടത്തിവിടുന്ന ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ് ഡൈ ഇലക്ട്രിക് മീഡിയം. അങ്ങനെ ഒരു വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ മാത്രം കടത്തിവിടുന്ന ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ, സി ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുമെന്ന് അറിയാമോ, എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ഡി എന്ന് വരും. ഇതിന്റെ കൂടെ ഒരു എപ്സിലോൺ ആറും കൂടെ, അതായത് അതിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്നോ ആയിരിക്കും പറയാം. ഓക്കെ ആണല്ലോ. എന്നാൽ ഇതല്ല, ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂമറിക്കൽ ചോദിക്കുന്ന വേറെ എണ്ണമാണ്. നമ്മളിപ്പോൾ ഡൈ ഇലക്ട്രിക് ഇതിന്റെ ഇടയിൽ വെച്ചിരിക്കുന്നത് എങ്ങനെയാ, ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു ടി തിക്നെസ്സിൽ നിങ്ങൾ ഒരു ഡൈ ഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും. അപ്പം അതിന് ഒരു വേറൊരു ഡെറിവേഷൻ തന്നെയാണ്, ഇതിന്റെ തന്നെ കണ്ടിന്യൂറ്റി ആണ്. ഇവിടെ ഞാൻ ആ ഡൈ ഇലക്ട്രിക് അല്ലെങ്കിൽ ആ ഷീറ്റിനെ ഇങ്ങനെ രണ്ട് കമ്പ് പോലെ കൺസിഡർ ചെയ്യാണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാ, ഞാൻ ഇതിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡി ആണ്. ഇത് പോസിറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റും ഇത് നെഗറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റും ആണ്. അപ്പം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ട്. ഞാൻ ഡൈലക്ട്രിക് മീഡിയം മൊത്തം വെക്കാതെ ഇത്രയും മാത്രം ഡൈലക്ട്രിക് മീഡിയം വെച്ചു, ഇത്രയും മാത്രം ഡൈലക്ട്രിക് മീഡിയം വെച്ചു. ഓക്കെ, ഇത്രയും ഡൈലക്ട്രിക് മീഡിയം വെച്ചപ്പോൾ അവിടെ എന്ത് വ്യത്യാസമാണ് മറ്റേ ഇക്വേഷനകത്ത് ഉണ്ടായത്. അപ്പൊ ഇവിടെ മനസ്സിലായിക്കോണം, ഈ ഭാഗത്തും എയർ ആണ്, ഈ ഭാഗത്തും എയർ ആണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഡൈലക്ട്രിക്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടത്തെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനും വേണ്ടത് ക്യൂ ബൈ വി ആണ്. ഓക്കെ, ഇവിടത്തെ ക്യൂ എന്ന് പറയുന്നത് സിഗ്മ എ തന്നെയാണ്, പക്ഷെ വി എന്താണ് അതറിയത്തില്ല. വി ഇവിടെ നോക്കി, ഈ ഡൈ ഇലക്ട്രിക്കിന്റെ വിയും ഡിഫറെന്റ് ആണ്, എയറിന്റെ വിയും ഡിഫറെന്റ് ആണ്. നമ്മൾ വി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, വി ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. ഇപ്പൊ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പം ആദ്യം എയറിലുള്ള വി കണ്ടുപിടിക്കാൻ വേണ്ടി എയറിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താ, സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ് ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ്, നേരത്തെ ഡി എന്ന് എടുത്തത് മൊത്തം
ഡിസ്റ്റൻസ് ആയിരുന്നു, കാരണം മൊത്തം എയർ ആയിരുന്നു, അതുകൊണ്ട് ഡി എന്ന് എടുത്തത്. ഇവിടെ എയർ ഉള്ള ഭാഗം എന്താണ്, ഈ പച്ച കഴിഞ്ഞിട്ടുള്ള ഭാഗമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ തിക്നെസ് ടിയും കൂടെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഡിയിൽ നിന്ന് ടി മൈനസ് ചെയ്ത ഭാഗത്ത് മാത്രമേ ഉള്ളൂ എയർ. അപ്പൊ ഇത് ഡി മൈനസ് ടി എന്ന് എടുക്കാം. അതേപോലെ തന്നെ ഡൈഇലക്ട്രിക്കിന്റെ എടുക്കാൻ വേണ്ടി സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് മാത്രം പറ്റത്തില്ല, അതിൻ്റെ കൂടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റും കൂടെ ഇടണം. ഇൻറ്റു അവരുടെ ഡൈഇലക്ട്രിക് ആക്ട് ചെയ്യുന്ന ടി തിക്നെസ്സിലാണ്, അപ്പൊ ടി എന്നിടാം. അപ്പൊ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുന്നതായിരിക്കും ശരിക്കും അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. അതായത് വി എയറും അതേപോലെ തന്നെ വി ഡൈഇലക്ട്രിക്കും കൂടെ കൂട്ടുന്നതായിരിക്കും. വി എയർ സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ഇത് സിഗ്മ ബൈ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആർ ഇൻറ്റു എന്താ ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെന്താ മറ്റേ അതിനകത്ത് കൊണ്ട് കൊടുക്കാം. എന്താ ഇത് വേണേൽ കോമൺ എടുക്കാം കേട്ടോ. സിഗ്മ ബൈ എപ്സിലോൺ സീറോ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇത് ടി കണ്ടുപിടിക്കാൻ വേണ്ടി സിഗ്മ എ ഡിവൈഡ് ബൈ എന്തെന്ന് ചെയ്താൽ മതി, സിഗ്മ ബൈ എപ്സിലോൺ സീറോ ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് എന്താ ടി ബൈ എപ്സിലോൺ ആർ. ഇവിടെ എന്താ, ഇവിടെ സിഗ്മ കട്ട് ചെയ്തു, എപ്സിലോൺ മോളിൽ കയറിയപ്പോൾ നോക്കിയോ, സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ എപ്സിലോൺ ആർ. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വെക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? ഡൈഇലക്ട്രിക് മീഡിയം ഇതിനിടയിൽ വെക്കുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? നമുക്കറിയാം, രണ്ട് പാരലൽ പ്ലേറ്റിനിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് മീഡിയം വെക്കുമ്പോൾ ഡൈഇലക്ട്രിക് മീഡിയം വളരെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. അപ്പം ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇ ഈസ് ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞ റിലേഷൻ വെച്ചിട്ട് ഇത് കുറഞ്ഞാൽ വി കുറയും, പൊട്ടൻഷ്യൽ കുറയും. പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ സി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്ന് പറയുന്ന റിലേഷൻ വെച്ചിട്ട് പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. കണ്ടോ? അപ്പം ഡൈഇലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും, അതാണ് ഒരു ഗുണം. രണ്ടാമത്തേത്, ഇത് വളരെ അടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഇത് രണ്ടും മുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ കത്തിപ്പോകും. അപ്പൊ ഈ ഡൈഇലക്ട്രിക് മീഡിയം ഇതിനിടയിൽ ഇരിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ മുട്ടി സ്പാർക്ക് ഉണ്ടാകാനായിട്ടുള്ള ഒരു അവസ്ഥ കുറയ്ക്കും, അല്ലെങ്കിൽ കണ്ടീഷൻ കുറയ്ക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, നോക്കിക്കോളൂ. ഇനി അടുത്തത് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ആണ്. രണ്ടും ഒറ്റയടിക്ക് പഠിപ്പിക്കാൻ നോക്കിക്കോളൂ. കപ്പാസിറ്റൻസ് ഇൻ സീരീസും കപ്പാസിറ്റൻസ് ഇൻ പാരലൽ. ഈ കപ്പാസിറ്റൻസ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ 3 കപ്പാസിറ്ററിനെ ഞാൻ സീരീസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ? ഈ സീരീസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഓർത്തോണം, ക്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് എടുക്കുമ്പോൾ വി ഡിഫറൻറ്റും ആയിരിക്കും. അപ്പം ഇവിടത്തെ എന്താണ് കപ്പാസിറ്റൻസ്, ഈ കപ്പാസിറ്റൻസിന്റെ നെയിം C1, ഇത് C2, ഇത് C3. ഇവിടത്തെ ചാർജ് ക്യൂ മൂന്നിടത്തും സ്റ്റോർ ചെയ്യുന്ന ചാർജ് ക്യൂ ആണ്. എന്നാൽ ഇവിടത്തെ പൊട്ടൻഷ്യൽ V1, ഇവിടത്തെ പൊട്ടൻഷ്യൽ V2, ഇവിടത്തെ പൊട്ടൻഷ്യൽ V3. നമുക്കറിയാം Q ഈസ് ഈക്വൽ ടു C ബൈ V ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ V ഈസ് ഈക്വൽ ടു C ബൈ Q എന്ന് എഴുതാം. അല്ലല്ലോ, ഒരു സെക്കൻഡ് എത്തിപ്പോയി. C ഈസ് ഈക്വൽ ടു Q ബൈ V. ഓക്കെ, C ഈസ് ഈക്വൽ ടു Q ബൈ V ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് V ഈസ് ഈക്വൽ ടു Q ബൈ C എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? നമുക്ക് ഇവിടെ വ്യത്യാസമുള്ളത് പൊട്ടൻഷ്യലിനും കപ്പാസിറ്റൻസിനും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്റൻസിന്റെ പൊട്ടൻഷ്യൽ V1 ഈസ് ഈക്വൽ ടു Q കോൺസ്റ്റന്റ് ആണ്, Q ബൈ C1. രണ്ടാമത്തേത് V2 ഈസ് ഈക്വൽ ടു Q ബൈ C2. മൂന്നാമത്തേത് V3 ഈസ് ഈക്വൽ ടു Q ബൈ C3. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. അതായത് Q ബൈ C പ്ലസ് Q ബൈ C ഈസ് ഈക്വൽ ടു Q ബൈ C1 പ്ലസ് Q ബൈ C2 പ്ലസ് Q ബൈ C3. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ Q എല്ലായിടത്തും കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. ഈ ക്യൂവും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് കണ്ടുപിടിക്കാം. 1 ബൈ കപ്പാസിറ്റൻസ് ഇൻ സീരീസ്, ഞാൻ ഇങ്ങനെ സഫിക്സ് S എന്നിട്ടാണ് 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ്. ഒരേപോലെയുള്ള n കപ്പാസിറ്റൻസ് ആണെങ്കിൽ പാരലൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ 1 ബൈ CS ഈസ് ഈക്വൽ ടു n ഇൻറ്റു 1 ബൈ C എന്ന് ചെയ്താൽ മതി. അപ്പോൾ അത് CS കണ്ടുപിടിക്കാൻ വേണ്ടി C ബൈ n എന്ന് വരും. ഓക്കെ ആണല്ലോ?
ഇനി അപ്പം ഇവിടെ ഉള്ള ഒരു കാര്യം ആലോചിച്ചോണം, ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എപ്പോഴും കുറവായിരിക്കും. അതായത് നിങ്ങൾ ടോട്ടൽ എടുക്കുമ്പോൾ അവിടെയുള്ള ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെക്കാളും കപ്പാസിറ്റി കുറവായിരിക്കും ആ എഫക്റ്റീവ് മൊത്തം കൂടെ എടുക്കുമ്പോൾ. എന്നാൽ പാരലൽ വരുമ്പോൾ അങ്ങനെയല്ല. പാരലൽ വരുമ്പോൾ നോക്കിയേ, 3 കപ്പാസിറ്റർ പാരലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 കപ്പാസിറ്റർ പാരലായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 കപ്പാസിറ്റർ പാരലായിട്ട് നിങ്ങൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് C1, ഇത് C2, ഇത് C3. നേരത്തെ Q കോൺസ്റ്റന്റ് ആയിരുന്നു, പക്ഷെ ഇവിടെ Q ഡിഫറന്റ് ആയിരിക്കും, എന്നാൽ V കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ Q1, ഇവിടുത്തെ Q2, ഇവിടെ സ്റ്റോർ ചെയ്യുന്നത് Q3. അങ്ങനെയാണ് നമുക്കറിയാം ടോട്ടൽ എന്താണ് Q എന്ന് പറഞ്ഞാൽ CV ആണ്. അപ്പം Q1 എന്ന് പറയുമ്പോൾ C1V യും Q2 എന്ന് പറയുന്നത് C2V യും Q3 എന്ന് പറയുന്നത് C3V യും ആണ്. ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ Q is equal to Q1 പ്ലസ് Q2 പ്ലസ് Q3 ആണ്. അങ്ങനെയാണെങ്കിൽ Q എന്ന് പറയുമ്പോൾ CV ആണ്, Q1 എന്ന് പറയുമ്പോൾ C1V, Q2 എന്ന് പറയുമ്പോൾ C2V, Q3 എന്ന് പറയുമ്പോൾ C3V. അപ്പോൾ CV is equal to V കോമൺ എടുത്തു കഴിഞ്ഞാൽ C1 പ്ലസ് C2 പ്ലസ് C3. V കട്ട് ചെയ്ത് കളഞ്ഞാൽ VV കട്ട് ചെയ്ത് കളഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിനെക്കാളും കൂടുതലായിരിക്കും. ഇത് 1, ഇത് 2, ഇത് 3 ആണെങ്കിൽ നോക്കിയേ 1 + 2 + 3 എന്ന് പറയുമ്പോഴത്തേക്കും 6 ആയിരുന്നു. അതായത് അതിനകത്ത് ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ കപ്പാസിറ്റർ ഏതാണോ അതിനേക്കാളും കൂടുതലായിരിക്കും ഈ എഫക്റ്റീവ്. ഓക്കെ ആണല്ലോ, അതുകൂടെ ഓർത്തോണം. ലാസ്റ്റ് ഒറ്റ ഡെറിവേഷൻ കൂടെ ഉള്ളൂ, എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. അതുകൂടെ ഒന്ന് പഠിപ്പിച്ചേക്കാം, അതുകൂടെ പഠിപ്പിച്ച് ചാപ്റ്റർ തീരുവേ, അതുകൊണ്ടാണ്. ഓക്കെ, നോക്കിക്കോളൂ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം, ഒരു കപ്പാസിറ്റർ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ ഫുള്ള് പോസിറ്റീവ് ആവും, ഈ സൈഡിൽ ഫുള്ള് നെഗറ്റീവ് ആവും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം വർക്ക് ഡൺ എന്ന് പറയുമ്പോഴത്തേക്കും ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ശരിയല്ലേ? അപ്പം ഇവിടത്തെ കേസിൽ നമ്മൾ പൊട്ടൻഷ്യലിന്റെ ടേമിലാണ് എടുക്കുന്നത്, കാരണം പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു W/Q ആണ്. അവിടുന്ന് W ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇൻറ്റു Q ആണ്. സ്മോൾ വർക്ക് dW ഈസ് ഈക്വൽ ടു V ഇൻറ്റു dQ ആണ്. ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. എവിടെ മുതൽ എവിടം വരെയാ? 0 ചാർജ് തൊട്ട് മൊത്തം ചാർജ് ആവുന്ന വരെ. അപ്പൊ ഇന്റഗ്രൽ 0 തൊട്ട് Q വരെ dW നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. V നെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? V നെ നമ്മൾ ഇവിടെ VdQ, V നെ നമ്മൾ ഇങ്ങനെ അങ്ങ് എഴുതുകയാണ്, Q/C എന്നങ്ങ് എഴുതുകയാണ്, ഇൻറ്റു DQ. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ dW എന്ന് പറയുമ്പോൾ W തന്നെ കിട്ടും. ഇവിടെ 1/C പുറത്തിറക്കി കഴിഞ്ഞാൽ ഇന്റഗ്രൽ Q നെ നമുക്ക് Q²/2 എന്ന് എഴുതാം. ഓക്കെ, ഈ W തന്നെയാണ് U. അങ്ങനെയാണെങ്കിൽ U ഈസ് ഈക്വൽ ടു ഹാഫ് Q²/2. ഇതായിരിക്കും ഒന്നാമത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. എന്നാൽ പൊട്ടൻഷ്യൽ എനർജിക്ക് 2 ഇക്വേഷൻ വേറെ ഉണ്ട്. കാരണം Q ഈസ് ഈക്വൽ ടു CV എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കാം. അപ്പൊ Q² എന്ന് പറയുമ്പോൾ C² V² ആവും. ഇവിടെ ഒരു Q² ഉണ്ടല്ലോ, ഇതിനകത്ത് കൊടുക്കുമ്പോൾ U ഈസ് ഈക്വൽ ടു 1/2, C ആണ്, 1/2 ഇൻറ്റു Qക്ക് പകരം C² V² ഡിവൈഡ് ബൈ C എന്ന് വരും. ഓരോ C കട്ട് ചെയ്ത് കളയുമ്പോൾ യുടെ രണ്ടാമത്തെ ഇക്വേഷൻ 1/2 ഇൻറ്റു CV². ഇനിയും ആ മുകളിലത്തെ ഇക്വേഷനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ കൂടെ കൊടുക്കാം, അതായത് C ഈസ് ഈക്വൽ ടു Q/V. അത് നമ്മൾ വേണ്ടി ഇവിടെ കൊണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? U ഈസ് ഈക്വൽ ടു എന്താ? 1/2 ഇൻറ്റു Q² എന്ത് കിട്ടും? സിക്ക് പകരം Q/V എന്ന് കിട്ടും. ഓരോ Q കട്ട് ചെയ്ത് കളഞ്ഞു, ഓരോ Q കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാക്കി എന്തൊരു V മോളിൽ പോകുമ്പോൾ നമുക്ക് ഹാഫ് QV എന്നായിരിക്കും കിട്ടുന്നത്. ഇത് യുവിന്റെ മൂന്നാമത്തെ ഇക്വേഷൻ. എനർജി ഡെൻസിറ്റിയും കൂടെ ഉണ്ട്, എനർജിയുടെ അകത്ത് തന്നെ പഠിക്കാനുള്ളതാണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ ഡിവൈഡ് ബൈ വോളിയം ചെയ്താൽ മതി. അപ്പം ഇപ്പൊ നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. 3 ഇക്വേഷൻ എന്താ? ഒന്ന് എന്താ, U ഈസ് ഈക്വൽ ടു ഹാഫ് CV, നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്, അതായത് ഹാഫ് CV². രണ്ടാമത്തേത് U ഈസ് ഈക്വൽ ടു ഹാഫ് QV. മൂന്നാമത്തേത് ഹാഫ് എന്താണ്? മൂന്നാമത്തേത് അതാണ് ആദ്യം കിട്ടിയത്, U ഈസ് ഈക്വൽ ടു ഹാഫ് Q²/C. ഓക്കെ, നമ്മൾ ഇവിടെ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തിട്ടാണ് എനർജി ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. എനർജി ഡെൻസിറ്റി സ്മോൾ u ആണ്. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ ടോട്ടൽ എനർജിനെ ഞാൻ ഹാഫ് CV² എന്ന് എടുക്കുകയാണ്. വോളിയത്തിനെ ഞാൻ ഏരിയ ഇൻറ്റു ലെങ്ത്, ഇവിടെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഡിസ്റ്റൻസ് എന്ന് എടുക്കുകയാണ്. ഇനിയും പാരലൽ പ്ലേറ്റിന്റെ എനർജി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കപ്പാസിറ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എയർ ആണെങ്കിൽ
എപ്സിലോൺ 0 എ ഡിവൈഡ് ബൈ ഡി ആണ്. ഓക്കെ, അതേപോലെ തന്നെ വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. വിക്ക് എന്താ? വിക്ക് എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇവിടെ വി സ്ക്വയർ ആകുമ്പോൾ ഇ സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ എന്ന് വരും, ഹോൾ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഡി. ഇവിടുത്തെ ഓരോ ഡി കട്ട് ചെയ്ത് പോകും, ഇവിടുത്തെ ഓരോ ഡി കട്ട് ചെയ്ത് പോകും, ഇവിടുത്തെ എ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഈസ് ഈക്വൽ ടു എന്താണെന്നറിയോ? ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇതായിരിക്കും എനർജി ഡെൻസിറ്റി. ഈ എനർജി ഡെൻസിറ്റി വെച്ചിട്ട് ഒത്തിരി ന്യൂമറിക്കൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇത്രമേ ഉള്ളൂ. ഇനിയും പോളാർ മോളിക്കൂളും അതേപോലെ തന്നെ നോൺ പോളാർ മോളിക്കൂളും പോളറൈസേഷൻ, അത് പോളാർ മോളിക്കൂളിനെയും നോൺ പോളാർ മോളിക്കൂളിനെയും പോളറൈസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എന്നാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ ഡെറിവേഷൻ കൺസെപ്റ്റും അതായത് ന്യൂമറിക്കൽ കൺസെപ്റ്റ് ഒക്കെ ഇത്രയേ ഉള്ളേ. അപ്പൊ ഇങ്ങനെ നമുക്ക്